കുട്ടി പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ട് ഞങ്ങളും വരാം. ശരി. കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താങ്ക്സ്. ആ, അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്താ. അയ്യേ, ഞാൻ ഈ ചുരിദാർ ഇട്ടോളാം. ശരീരം മുഴുവനും മൂടിപ്പൊതിഞ്ഞ് നിന്നാ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല. ഇതൊരു ആർട്ട് ഫിലിം അല്ല കുട്ടി. ആ, ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. ഇതൊക്കെ മൂടി വെക്കുന്നുണ്ട്. എന്താ ഇത്? ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇത്ര മോഡേൺ ആയിട്ട് അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഡ്രസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. Take it easy. Okay, bye. ഫിലിമിന്റെ പേരിൽ അവിടെ വേറെന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. നമുക്ക് ഉടനെ പോലീസ് വിവരം അറിയിക്കണം. അത് വേണോ? വേണം. നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ. ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് DIGയുടെ ഫോൺ. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? നാറാവുന്നിടത്തോളം നാറിയില്ലേ ഞാൻ. സ്റ്റേഷനിലെത്തും മുമ്പേ ജാമ്യവുമായി ആളുണ്ടായിരുന്നില്ലേ അവിടെ? കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയാനി? ആ സിന്ധു എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് SIക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക്. എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഈ വരുന്ന 27-ാം തീയതി അവളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. സംഭവമല്ല ഒതുക്കിയ സ്ഥിതിക്ക് ഈ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സിന്ധു, അവളെ ഞാൻ കുത്തുവാള എടുപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പാഞ്ചാലി ശപഥം എന്നൊക്കെ പറയുന്ന പോലെ ദേവയാനി ശപഥം അല്ലേ? അതെ, ഈ ശപഥം നിറവേറ്റാൻ സേതു സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ദേവയാനി ഇമോഷണൽ ആവണ്ട. അപ്പോൾ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക്. ശരി. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. വാ, അകത്തിരിക്കാം. നീ റെഡിയാവും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ ശരി. സന്തോഷം കണ്ടില്ലേ? മാഡം, ഒരു ഫോണുണ്ട്. 1 minute. അത് പുറത്തുനിന്ന് അടച്ചു.
മിസ്റ്റർ സുരേഷ് അല്ലേ? അതെ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും. നിങ്ങളാരാ? യു ആർ വെൽ വിഷർ. ഓക്കെ, ബൈ. ഹലോ ഹലോ. ഇതാ 500 രൂപ. സാധാരണ ഞാൻ 100 രൂപ കൊടുക്കാറുള്ളൂ. ആ, നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ? ആ. എന്റെ വിവാഹം മുടങ്ങി. എല്ലാവരും എന്നെ വെറുത്തു, പരിഹസിച്ചു. എന്റെ ജീവിതം, ഭാവി എല്ലാം നശിച്ചു. എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ഭാര്യയെ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ. ഒരിക്കലും അത് ശാശ്വതമാവില്ല. ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയാ ഇതൊക്കെ. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? 20 വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് ചേച്ചിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ്. അത് ഞാൻ തെളിയിക്കും. പോയി